എന്ത് പറ്റി കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ഞാനല്ലേ ഇതൊക്കെ വെള്ളം പറയുന്നതാ. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ടെന്ന്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ് ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നാടാ. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് പെണ്ടി തരാൻ ഈ പറയണ ചെയ്യണു. അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേഷൻ. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഡോക്ടർ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടിട്ട് അറിയാം പല തരത്തിലുള്ള ഡെലിവറി മെത്തേഡ്സ് ഉണ്ട്. ഏതാന്ന് ചൂസ് ചെയ്താൽ മതി. ആദ്യത്തത് ഒരു ലെഡി മെത്തേഡ്. എന്റെ വലുത് വേണമെങ്കിൽ വേറെ പറമ്പിന്ന് കൊണ്ട്. അടുത്തത് DJ ഗ്രൂവ്. ഇനി ഇതല്ലെങ്കിൽ ബഞ്ചി ജമ്പിലൂടെ പ്രസവിക്കാം, റോളർ കോസ്റ്ററിൽ ഇരുന്നുകൊണ്ട് പ്രസവിക്കാം. അങ്ങനെ പല രീതിയിൽ എൻജോയ് ചെയ്ത് പ്രസവിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് ഇവിടെ. ഓപ്പറേഷൻ തിയേറ്ററിലല്ലോ, സിനിമ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ തരികട ആൾക്കാരെ പറ്റിക്കുന്ന ആശുപത്രിയിലുള്ളതല്ലേ. ഇവിടെ സിനിമ തിയേറ്റർ ആണുള്ളത്. ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി പ്രസവിക്കാം. എന്താ മക്കളെ ചാടി എൻജോയ് ചെയ്താ കേട്ടോ. സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിക്കണ്ടാട്ടാ. എന്താ മക്കളെ ചാടി എൻജോയ് ചെയ്താ കേട്ടോ. ശരി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.